കാണുന്നതിന് ഒരു തടസ്സമുണ്ടായിരുന്നത് ഒരു ലൈസൻസുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ ആ ഘട്ടത്തിലൊക്കെ തന്നെ എല്ലാവരും ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു കാര്യമാണ് ഈ സൗജന്യമായി സ്ട്രീം ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത്. അപ്പോൾ അന്ന് ഞങ്ങൾ ഈഗിൾ FC ക്ലബ്ബുമായൊക്കെ ബന്ധപ്പെടുകയും ഇതിൻ്റെ കേരളത്തിലെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള റൈറ്റ് ഉണ്ടായിരുന്നത് ഈഗിൾ FC ക്ലബ്ബിനാണ്. അപ്പോൾ ഈഗിൾ FC ക്ലബ്ബുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ CTVയിൽ നിന്നും അതോടൊപ്പം തന്നെ അവരുടെ ക്ലബ്ബിൽ നിന്നും ഉള്ള അനുകൂലമായൊരു തീരുമാനമുണ്ടായി. ഫിഫയുടെ അംഗീകാരത്തോടു കൂടി കേരളത്തിലെ മുഴുവൻ കായിക പ്രേമികൾക്കും വളരെ സൗജന്യമായി തന്നെ ടിക്കറ്റ് ഇല്ലാതെയും മറ്റ് നിരക്കുകളൊന്നുമില്ലാതെ തന്നെ ഫുട്ബോൾ കളി കാണുവാനുള്ളൊരു അവസരം വലിയ ബിഗ് സ്ക്രീനിൽ വെക്കാൻ എല്ലാ ഇടങ്ങളിലും ഒരു അവസരം അവർ സൗജന്യമായി തന്നെ നൽകി. അപ്പോൾ ആ ദിവസങ്ങളിൽ അന്ന് തന്നെ സംസാരിച്ചിരുന്നതാണ് ഫൈനലിൻ്റെ സമയത്തൊന്ന് വരണം എന്നുള്ളത്. അപ്പോൾ ഞാൻ കേരളത്തിലെ കായിക പ്രേമികൾക്ക് എല്ലാവർക്കും വേണ്ടി അവർ സൗജന്യമായി അത്തരത്തിലൊരു സൗകര്യം ഒരുക്കി തന്നതിൻ്റെ നന്ദി സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെ കളി കാണാൻ വേണ്ടി വന്നതാണ്. അത് സ്വാഭാവികമായിട്ടും ഞാൻ ഇടയ്ക്ക് ആദ്യമൊന്നും ടീം പറഞ്ഞില്ലെങ്കിൽ കൂടി കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ നാളൊക്കെ നമ്മളിങ്ങനെ ടീം പ്രഖ്യാപിക്കാതെ ഒരു കാപട്യത്തിലൊക്കെ പോയി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കാപട്യത്തിൻ്റെ മുഖം അടിഞ്ഞ് വീണു. ഞാൻ അർജന്റീനയാണെന്ന് പ്രഖ്യാപിച്ചല്ലോ. അപ്പോൾ അർജന്റീന ജയിക്കണമെന്നാണല്ലോ സ്വാഭാവികമായിട്ടും നമ്മൾ ആഗ്രഹിക്കുക. ആര് ജയിച്ചാലും സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അതിനെ ഉൾക്കൊള്ളും. അതാണല്ലേ കളി ഒരു അങ്ങനെ എളുപ്പമാകരുതെന്നാണ് അഭിപ്രായം. നല്ല ഒരു മത്സരം, വളരെ ടൈറ്റായിട്ടൊരു കോമ്പറ്റീഷൻ നടക്കണം. കഴിഞ്ഞ സ്വിറ്റ്സർലൻഡിൻ്റെ കളിയൊക്കെ പോയതുപോലെ ഇനി എക്സ്ട്രാ ടൈമിലേക്കൊക്കെ പോയാലും കുഴപ്പമില്ല. എത്രത്തോളം സമയം നമുക്ക് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ആസ്വദിച്ച് കാണാൻ സാധിക്കൂ അത്രത്തോളം കാണാൻ വേണ്ടി കഴിയണം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടാകണം. അതിൻ്റെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി തന്നെയാണ് ഇതിൻ്റെ ഒരു സൗന്ദര്യം. അപ്പോൾ അതങ്ങനെ പോകട്ടെ. എത്ര സ്കോർ പ്രവചിക്കാനുണ്ടോ? അങ്ങനെയൊക്കെ ഞാനൊക്കെ പ്രവചിച്ചിനി വെറുതെ പുലിവൽ പിടിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനത് കാണാൻ വേണ്ടി വന്നു. എന്നെ കൂടെ വിട്ടേക്ക്.